അപ്പോൾ ഒരു സർവേ പറ്റി പറയാനാണ്, വ്യത്യസ്തമായ സർവേ പറ്റി പറയാനാണ് ഈ അരമണിക്കൂർ. ഒരുപക്ഷെ ഒരു 10 വർഷം മുൻപുള്ള ടെലിവിഷൻ പ്രേക്ഷകരെ പോലെയല്ല ഇപ്പോഴുള്ള പ്രേക്ഷകർ, നിങ്ങൾക്കും അറിയാമത്. കേവലം വാർത്തകൾ കാണുക എന്നതിനപ്പുറം ആ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന മാറ്റങ്ങൾ, അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായ മാറി വരുന്ന ട്രെൻഡുകൾ ഒക്കെയും ഈ മാധ്യമ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഞങ്ങളെപ്പോലെ തന്നെ ഏറെക്കുറെ അവെയറാണ് ഇന്നത്തെ പ്രേക്ഷകർ. ഷാർപ്പായ പല പ്രതികരണങ്ങളിലും വിമർശനങ്ങളിലും അത് കൃത്യമായി പ്രകടമാണ്. താനും പറഞ്ഞു വരുന്നത് കുറച്ചുകൂടി ഇഴചേർന്നിരിക്കുന്നു മാധ്യമ സ്ഥാപനങ്ങളും അത് കാണുന്ന പ്രേക്ഷകരും എന്നതാണ്. ചൂടേറിയ ചർച്ചകൾ, കുടുംബാംഗങ്ങളെ പോലെയുള്ള വാർത്താവതാരകർ, ബ്രേക്കിംഗ് ന്യൂസുകൾ, അഭിമുഖങ്ങളൊക്കെയും വാർത്തകളെ ഏറെ ജനകീയമാക്കിയിരിക്കുന്നു. അതിൻ്റെ ഒരു യാന്ത്രിക പരിവേഷം മാറ്റി നിർത്തി എടുത്തു പറയേണ്ടതില്ല. ചാനലുകൾ തമ്മിലെ മത്സരവും അതിൻ്റെ പീക്കിലാണ്. വാർത്താ ചാനലുകൾ തമ്മിലുള്ള മത്സരം പ്രേക്ഷകർ കാണുന്നത് എങ്ങനെയാണ്? എന്താണ് ജനപ്രതിക്ക് ആധാരമാവുന്നത്? പ്രത്യേക സർവേയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മലയാളി ജീവിതത്തിന്റെ എല്ലാ കയറ്റിറക്കങ്ങളിലും ടെലിവിഷൻ എന്ന മാധ്യമവും ഒപ്പം സഞ്ചരിച്ചിട്ടുണ്ട്. ഉണരുമ്പോൾ മുതൽ ഉറങ്ങും വരെ ദിനചര്യയ്ക്കൊപ്പം വാർത്താ ചാനലുകൾ ഒരു നിഴൽ പോലെ സഞ്ചരിക്കുന്നു. വാർത്തയും വിവരങ്ങളും തീവ്രതയിൽ അവതരിപ്പിക്കാനാകുന്നു എന്നതാണ് ദൃശ്യമാധ്യമ രംഗത്തെ വേറിട്ട് നിർത്തുന്നത്. പ്രളയത്തിൽ കഴുത്തറ്റം മുങ്ങി നിന്ന് ക്യാമറകൾ കാട്ടിത്തന്ന ദൃശ്യങ്ങളും, കാണാതായ ബാലികയ്ക്കായുള്ള അന്വേഷണവും, സുനാമിയിലും ഉരുൾപൊട്ടലിലും ഉയർന്ന നിലവിളികളിൽ ഉറക്കമിളച്ച് രക്ഷാദൌത്യത്തിനിറങ്ങിയതും, കോവിഡിന്റെ ഭീതിയിൽ കരുതലുമായി നിന്നതും തുടങ്ങി മലയാളി ജീവിതത്തിന്റെ അറ്റുപോകാത്ത പൊക്കിൾക്കൊടി ബന്ധമായി ദൃശ്യമാധ്യമങ്ങൾ മാറി. ചാനലുകൾ നൽകിയ പ്രേരണയിലാണ് ദുരന്തമേഖലകളിലും കാരുണ്യ പ്രവർത്തനങ്ങളിലും ജനം സജീവമായത്. സ്മാർട്ട് ഫോണുകളുടെ വ്യാപനത്തോടെ ടെലിവിഷൻ വാർത്തകൾ മലയാളിക്കൊപ്പം എങ്ങും എവിടെയും സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വാർത്താ ചാനലുകളുടെ ഒരു പ്രളയം തന്നെ മലയാളത്തിൽ ഉണ്ടാകാനുള്ള കാരണവും ഇത് തന്നെയാണ്. ഏത് നിമിഷവും കോഴിക്കോട് ഷഹബ് ഈ കാണുന്ന ദൃശ്യം ഡൽഹി വിമാനത്താവളത്തിലെ രാഷ്ട്രീയ പോരാട്ടത്തിലെ പ്രതിയുടെ മുറിയിൽ. വാർത്താ ചാനലുകളുടെ നിലനിൽപ്പും സ്വീകാര്യതയും വിശ്വാസ്യതയെ മുൻനിർത്തിയാണ്. വാർത്തയെ വസ്തുതാപരമായും കൃത്യതയോടെയും അവതരിപ്പിക്കുന്നതിനൊപ്പം കെട്ടിലും മട്ടിലും ഏറ്റവും ആകർഷകമായ രീതിയിൽ അവതരിപ്പിക്കാൻ കൂടി ഇന്ന് ചാനലുകൾ കടുത്ത മത്സരത്തിലാണ്. വേറിട്ട അവതരണ ശൈലി അവലംബിക്കുകയും വിജയിക്കുകയും ചെയ്തവരെ അനുകരിക്കാനുള്ള പ്രവണത വർദ്ധിച്ചുവരുന്നു. മത്സരാധിക്യത്തിൽ മൂല്യങ്ങൾ മറന്നു പോകുന്നവരും മൂല്യങ്ങളിൽ ഉറച്ചു മുന്നോട്ടു പോകുന്നവരുമുണ്ട്. വസ്തുതകളെ വാർത്തകളാക്കുന്നവരും ധാർമ്മികതയിൽ ഉറച്ചു മുന്നോട്ടു പോകുന്നവരും ആ മത്സരത്തിൽ എപ്പോഴും വേറിട്ട് നിൽക്കും. ഏത് വാർത്താ ചാനലാണ് ഇന്ന് മലയാളിയുടെ ഹൃദയപക്ഷത്തുള്ളത്? ജനകീയതയിൽ ആരാണ് മുന്നിൽ? റിസർച്ച് ഡെസ്ക് 24.